Assalamualaikum warahmatullah. Bismillahirrahmanirrahim. Alhamdulillahi rabbil alamin. Wal aqibatu lil muttaqin fala udwana illa 'alal zalimin. Wa sallallahu wa sallama ala khairi khalqihi wa rusulihi Muhammadin wa alihi wa sahbihi ajma'in wa man tabi'ahum bi ihsanin ila yaumiddin. A'udzu billahi minasy syaithanir rajim. Bismillahirrahmanirrahim. Innal ladzina qalu rabbuna Allah thumma istaqamu tatanazzalu alaihimul malaikah alla takhafu wa la tahzanu wa abshiru bil jannati allati kuntum tu'adun. Ibadallah ittaqullah. സ്നേഹമുള്ള സഹോദരന്മാരെ, സർവ്വലോക രക്ഷിതാവായ പടച്ച റബ്ബിൻ്റെ ആജ്ഞാനുവർത്തികളായി സംശുദ്ധമായ ജീവിതം നയിക്കാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ആദ്യമായി ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. പവിത്രവും പരിശുദ്ധവുമായ ഒരു മാസത്തെ വരവേൽക്കുവാനുള്ള ഒരുക്കത്തിലാണ് മുസ്ലിം ലോകം മൊത്തത്തിൽ. ഈ സാഹചര്യത്തിൽ പടച്ച റബ്ബിനെ മനസ്സിലാക്കേണ്ട വിധം മനസ്സിലാക്കുവാനും അവൻ നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്തുകൊണ്ട് ജീവിക്കാനും അത് പാരത്രിക ലോകത്ത് അനുകൂലമാക്കി തീർക്കുവാനും സാധിക്കുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം. ഈ ഭൂമിയിൽ ജനിച്ചു കൊണ്ടിട്ടുള്ള മുഴുവൻ മനുഷ്യരും മരിക്കുമെന്നുറപ്പാണ്. മരണത്തെ മാറ്റിവെക്കുവാനോ മറികടക്കുവാനോ ഒരു വിധത്തിലും നമുക്കാർക്കും സാധ്യമല്ലെന്നുറപ്പാണ്. അതറിയുന്നവർ എന്ന നിലക്ക് ആ ഒരു മരണത്തെ, ആ ഒരു യാഥാർത്ഥ്യത്തെ നമുക്കെങ്ങനെ എത്രമാത്രം അനുകൂലമാക്കി തീർക്കാം എന്നതാണ് വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ വെക്കുന്ന ഒരു വിഷയം. ഇന്നത്തെ ഖുത്ബയിൽ നമ്മൾ കേട്ടിരിക്കുന്ന വിഷയങ്ങളുടെ ആകത്തുകയും അതാണ്. അള്ളാഹുവാണ് നമ്മുടെ റബ്ബ് എന്നത് കേവലം ഒരു പ്രഖ്യാപനത്തിൽ, ഒരു വാക്കിൽ ഒതുങ്ങേണ്ട വിഷയമല്ല. അത് അറിഞ്ഞ് ഉൾക്കൊണ്ട് ബോധ്യപ്പെട്ട് പറയേണ്ടെന്ന് പ്രഖ്യാപിക്കേണ്ടുന്ന വാക്കാണ്. അങ്ങനെയാണ് എങ്കിൽ തീർച്ചയായും അതിന് അനുസൃതമായിരിക്കുന്നൊരു ജീവിതം സ്വാഭാവികമായി ഉണ്ടാകും. ഇന്നൽ ലദീന ഖാലു റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമു. യഥാർത്ഥത്തിൽ അള്ളാഹുവാണ് റബ്ബ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതറിഞ്ഞുൾക്കൊണ്ടുകൊണ്ടാണ് അങ്ങനെ പ്രഖ്യാപിക്കുന്നത് എങ്കിൽ അതിൻ്റെ അനുബന്ധമായ ജീവിതം അത് നേരെ ചൊവ്വയായിരിക്കും. വക്രതയില്ലാത്ത, വളവില്ലാത്ത, കാപട്യങ്ങളും കളങ്കങ്ങളുമില്ലാത്ത നല്ലൊരു ജീവിതം നയിക്കാൻ സാധിക്കും. അങ്ങനെയാണ് ജീവിക്കുന്നത് എങ്കിൽ അവർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം അതാണ് തൊട്ടു പിറകെ പറയുന്നത്. നമുക്കറിയാം, ഒരു മനുഷ്യൻ മരണാസന്നമായി കിടക്കുമ്പോൾ അയാളെ ശുശ്രൂഷിക്കുവാനും പരമാവധി ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും വേണ്ടി ഡോക്ടർമാരും അതുപോലെ മറ്റു സ്റ്റാഫുകളും നമ്മുടെ കുടുംബങ്ങളുമൊക്കെ വളരെയധികം പരിശ്രമിച്ചുകൊണ്ടിരിക്കാറുണ്ട്. കുടുംബങ്ങളും കൂട്ടുകാരും വേണ്ടപ്പെട്ടവരുമൊക്കെ ഏറെ വിഷമിക്കുന്ന, പ്രയാസപ്പെടുന്ന, വാവിട്ട് കരയുകയോ ഏങ്ങിക്കരയുകയോ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സാഹചര്യത്തിൽ നമുക്ക് നമ്മുടെ മനസ്സിലെങ്കിലും പുഞ്ചിരിയോടെ, സന്തോഷത്തോടെ, സമാധാനത്തോടെ എല്ലാവരോടും യാത്ര പറയാൻ സാധിക്കുക എന്നതിനേക്കാൾ വലിയൊരു സൗഭാഗ്യം പറയില്ല. അതാണ് അല്ലാഹു പറഞ്ഞത്, തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫു വലാ തഹസനു വ അബ്ശിറു ബിൽ ജന്നത്തി ലത്തി കുൻതും തുഅദൂൻ. നിങ്ങൾക്ക് വേണ്ടി നേരത്തെ ഒരുക്കപ്പെട്ട, നിങ്ങൾക്കായി വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന ആ സ്വർഗത്തെ അറിഞ്ഞുകൊണ്ട്, മനസ്സിലാക്കിക്കൊണ്ട്, ഇപ്പോൾ നിങ്ങളുടെ കാര്യത്തിൽ ഇവിടെ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ മക്കളെയും കുടുംബത്തെയും നിങ്ങൾക്ക് ആ സ്വർഗത്തിൽ കണ്ടുകൊണ്ട് അങ്ങോട്ട് കടന്നു ചെല്ലാൻ സാധിക്കുന്ന ഒരു യാത്രയാണിത്. ആ തലത്തിൽ അനുഗ്രഹത്തിൻ്റെ മലക്കുകൾ വരികയും നിങ്ങളെ സമാധാനിപ്പിക്കുകയും ചെയ്യുമെന്ന് ഖുർആനാണ് പറയുന്നത്. അവിടേക്ക് എത്താൻ സാധിക്കണമെങ്കിൽ ചെയ്യേണ്ടുന്ന കാര്യം അള്ളാഹുവാണ് റബ്ബ് എന്ന് അറിഞ്ഞുൾക്കൊണ്ട് പ്രഖ്യാപിക്കുകയും അതിനനുസൃതമായി വക്രതയില്ലാത്ത ജീവിതം നയിക്കുകയും ചെയ്യുക എന്നത് മാത്രമാണ് അതിനുള്ള മാർഗം. അവിടേക്ക് എത്തിച്ചേരുവാനാണ് നമ്മുടെ ശ്രമം ഉണ്ടാവേണ്ടത്. നമുക്കറിയാം, ഈ ഭൂമിയിൽ വെച്ച് നമുക്കൊരിക്കലും നേരിട്ട് കാണാൻ കഴിയാത്ത പ്രപഞ്ചനാഥനായിരിക്കുന്ന അള്ളാഹു. പ്രവാചകന്മാർക്ക് പോലും അള്ളാഹുവിനെ നേരിട്ട് ഭൂമിയിൽ വെച്ച് കാണാൻ കഴിഞ്ഞില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ കാണണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന പ്രവാചകന്മാരിൽ ചിലർ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമൊക്കെ അതിന് ശ്രമം നടത്തിയിട്ടുണ്ട്. അള്ളാഹു അതിന് സാധ്യമല്ലെന്നാണ് പറഞ്ഞത്.
കാരണം ഈ ഭൂമിയിലെ മനുഷ്യപ്രകൃതി പടച്ച റബ്ബിനെ കാണാൻ കഴിയാവുന്നൊരു പ്രകൃതിയല്ല. അതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. നമ്മുടെ കാഴ്ചകൾക്കും നമ്മുടെ കേൾവികൾക്കുമൊക്കെയുള്ള പരിമിതികളും പരിധികളും അതിന് തടസ്സമായി നിൽക്കുന്നു. മൂസാ നബി ഒരു തരം നിർബന്ധം പിടിച്ചപ്പോൾ അല്ലാഹ് പറഞ്ഞു, നീ ആ പർവ്വതത്തിലേക്ക് നോക്ക്. അള്ളാഹു തൻ്റെ പ്രകാശത്തിൻ്റെ ഒരു ഭാഗം അവിടെ അയച്ചു കൊടുത്തു എന്നാണ്. അത് കാണുമ്പോഴേക്ക് മൂസാ നബി ബോധം കെട്ട് വീഴുകയാണ്. കാരണം ഇവിടുത്തെ പ്രകൃതി അതിന് ചേർന്നതല്ല എന്നാണ് പറഞ്ഞത്. എന്നാൽ ഇവിടെ നിന്ന് നമുക്ക് നേരിട്ട് കാണാൻ കഴിയാത്ത ആ റബ്ബിനെ മനസ്സുകൊണ്ടും അതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ നമ്മുടെ ചിന്താഗതികൾ കൊണ്ടും കണ്ടെത്തുവാനും മനസ്സിലാക്കുവാനും സാധിക്കുകയും അവനെ കാണാതെ തന്നെ അവൻ അറിഞ്ഞുൾക്കൊണ്ട് ജീവിക്കുവാനും സാധിക്കുമെങ്കിൽ അതാണല്ലോ ഈ ഇഹ്സാൻ. പ്രവാചക തിരുമേനിയുടെ മുമ്പിൽ മലക്ക് ജിബ്രീൽ അലൈഹി ഇസ്ലാം വന്നുകൊണ്ട് ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗം മൽ ഇഹ്സാൻ, എന്താണ് ഇഹ്സാൻ എന്നാണ്. അതിന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്ന മറുപടി അൻ തഅബുദകല്ലാഹ കഅന്നക തറാ ഫഇൻ ലം തകുൻ തറാ ഫഇന്നഹു യറാക. നീ അല്ലാഹുവിനെ നേർക്കുനേരെ കാണുന്നത് പോലെ അവന് ആരാധനകൾ നിർവഹിക്കുക. പക്ഷെ നിനക്ക് അവനെ ഇവിടെ വെച്ച് കാണാൻ കഴിയില്ല, എന്നാൽ അവൻ നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ബോധം നിൻ്റെ മനസ്സിലുണ്ടാവണമെന്ന്. അപ്പോൾ നേരിട്ട് കാണാനും മനസ്സിലാക്കുവാനും കഴിയാതെ എന്നാൽ ഇവിടെ നിന്ന് അറിഞ്ഞുൾക്കൊണ്ട് അവൻ്റെ മാർഗത്തിൽ ജീവിക്കുമ്പോൾ നാളെ പാരത്രിക ലോകത്തിൽ ആ പടച്ച റബ്ബിനെ കൺകുളിർക്ക കാണുവാൻ ഓരോ വിശ്വാസിക്കും സാധിക്കുമെന്നാണ്. അതാണ് ഏറ്റവും പ്രധാനവും. നമുക്കറിയാം പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വച്ചിരിക്കുന്ന ഒരു ഹദീസിൻ്റെ ആശയത്തിൽ ആ കാര്യം കൃത്യമായി പറയുന്നുണ്ട്. പരലോകത്ത് കുറേ ആളുകളെ സ്വർഗത്തിലേക്കും കുറേ ആളുകളെ നരകത്തിലേക്കും തിരിച്ചാലും പിന്നെയും ബാക്കി നിൽക്കുന്ന കുറച്ചാളുകളിനെ കാത്തു നിൽക്കുകയാണ്. അവരോട് ചോദിക്കും, നിങ്ങളെന്താണ് ഇവിടെ കാത്തു നിൽക്കുന്നത്? നിങ്ങളങ്ങോട്ടും പോകുന്നില്ലേ എന്ന്. അവർ പറയുന്ന മറുപടി, ഞങ്ങൾ ഭൂമിയിൽ ജീവിച്ചത് വളരെ കൃത്യമായി കണിശമായ നിയമങ്ങളും നിലപാടുകളും പാലിച്ചുകൊണ്ട് ജീവിച്ചത് ഞങ്ങളുടെ റബ്ബിനെ കണ്ടുമുട്ടാനാണ്. ഞങ്ങളെ റബ്ബിനെ കാത്തിരിക്കുകയാണ്, അവനെ കാണാനാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത്. പടച്ച റബ്ബ് അവരുടെ മുമ്പിൽ എല്ലാ അർത്ഥത്തിലും പൂർണ്ണമായ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുമെന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ വെളിപ്പെടുത്തുകയുണ്ടായി. അതിൻ്റെ കൂടെ പറഞ്ഞു, സ്വർഗത്തിൽ അണയുന്ന ഓരോ മനുഷ്യരും അവരുടെ അമലുകളുടെ വിശ്വാസത്തിൻ്റെ ആദർശബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ അകലം നിശ്ചയിച്ചുകൊണ്ട് ഓരോരുത്തരും പടച്ചവനെ കാണുമെന്നാണ്. അതിൽ വളരെ വളരെ അടുത്ത് നിന്ന് കാണുന്ന ആളുകളുണ്ട്. പ്രത്യേകിച്ച് വെള്ളിയാഴ്ചകളിൽ പള്ളിയിൽ നേരത്തെ എത്തുകയും ഒന്നാമത്തെ സഫിൽ സ്ഥാനം പിടിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് പരലോകത്ത് സ്വർഗത്തിൽ വെച്ച് പടച്ച റബ്ബിനെ ഏറ്റവും അടുത്തുനിന്ന് കൺകുളിർക്ക് കാണുവാൻ സാധിക്കുമെന്നാണ് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വെച്ച വാചകത്തിൻ്റെ പൊരുൾ. നാം ഇവിടെ ആഗ്രഹിക്കുന്നതാണ്. ഖുർആൻ തന്നെ പറഞ്ഞ പോലെ ഫമൻ യർജു ലിഖാഅ റബ്ബി ഫൽയഅമൽ അമലൻ സ്വാലിഹാ വലാ യുശ്രിക് അൻ ഇബാദത്തി റബ്ബിഹി അഹദ. അതാണ് ഖുർആൻ പ്രയോഗിച്ചത്. അള്ളാഹുവിനെ പരലോകത്ത് വെച്ച് കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ചെയ്യേണ്ട കാര്യങ്ങൾ അവരുടെ ഇബാദത്തുകൾ നന്നാക്കി തീർക്കുകയും അതിൽ ഷിർക്കിൻ്റെ ബഹുദൈവാരാധനയുടെ ഒരു കണിക പോലും വരാതിരിക്കുവാൻ സൂക്ഷിക്കുകയും ചെയ്യണം എന്നാണ് ഖുർആൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇങ്ങനെ പരലോകത്ത് വെച്ച് പടച്ച റബ്ബിനെ കണ്ടുമുട്ടാൻ അവർക്ക് അവരുടെ പ്രത്യേകത എന്താ? അവർ അള്ളാഹുവിൽ വിശ്വാസമർപ്പിക്കുകയും ജീവിതത്തെ നന്നായി ക്രമീകരിക്കുകയും ചെയ്യുന്നതാണ്. അങ്ങനെയല്ല, അവനിലേക്ക് അടുക്കുവാനും അവനെ മനസ്സിലാക്കുവാനും അവൻ നൽകുന്ന ജീവിതത്തെ കൃത്യമായി ഉൾക്കൊള്ളുവാനും സാധിക്കുന്ന നല്ലൊരു സന്ദർഭമാണ് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധ റമദാൻ. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ എന്ന് തുടങ്ങിക്കൊണ്ട് ആ ഭാഗം നമ്മെ ബോധ്യപ്പെടുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ അവതരിക്കപ്പെട്ടിരിക്കുന്ന ഒരു മാസം, അതിൻ്റെ പവിത്രതയും പ്രാധാന്യവും പരിശുദ്ധിയും നമുക്കറിയാം, വിവരിക്കേണ്ടതില്ലാത്ത വിധം. അവിടെ നമ്മുടെ അള്ളാഹു ആവശ്യപ്പെട്ടത് കുത്തിബ അലൈക്കുമുസ് സിയാം കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങളുടെ പൂർവികർക്ക് ഒക്കെ നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു എന്ന്. നോമ്പിൻ്റെ വശങ്ങളും വിശദാംശങ്ങളും പറയുന്നതിന് പകരം എന്തിനാണ് നോമ്പ് എന്നാണ് ഖുർആനോട് പറഞ്ഞു വെച്ചത്. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ള സൂക്ഷ്മതയുള്ള സംശുദ്ധമായ ജീവിതം നയിക്കാൻ. ആ തഖ്വയെക്കുറിച്ചും പ്രവാചക തിരുമേനി പറയുമ്പോൾ വളരെ കൃത്യമായി നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ നോമ്പിൻ്റെ അഹ്കാമുകളെക്കുറിച്ച് പറഞ്ഞു വരുന്നിടത്ത് എന്ന് നമുക്ക് മനസ്സിലാവും. പ്രവാചക തിരുമേനി പറയുന്നത് മല്ലം യദ ഖൗല സൂരി വൽ അമല ബി ഫലൈസ ലില്ലാഹി ഹാജ ഫി അൻ യദ അത്അമഹു വശറാബ. മനുഷ്യൻ നോമ്പ് നിൽക്കുന്നത് ഭക്ഷണം വെടിഞ്ഞുകൊണ്ട്, വെള്ളം വെടിഞ്ഞുകൊണ്ട്, മറ്റു സുഖഭോഗങ്ങളൊക്കെ വെടിഞ്ഞുകൊണ്ടാണ്. പക്ഷേ ആ വെടിയുന്നത് കൊണ്ട് പോലും അർത്ഥമുണ്ടാകണമെങ്കിൽ, ഭക്ഷണവും വെള്ളവും മറ്റു സൗകര്യങ്ങളും വെടിയുന്നത് കൊണ്ട് അർത്ഥമുണ്ടാവണമെങ്കിൽ അവൻ്റെ ജീവിതത്തെ ചിട്ടയോടെ ക്രമീകരിക്കണമെന്ന്. തങ്ങളുടെ കൈകൾക്കും തങ്ങളുടെ നാവിനുമൊക്കെ നിയന്ത്രണമുണ്ടാവണമെന്ന്. നാവിന് നിയന്ത്രണമില്ലാതെ, കൈകൾക്ക് നിയന്ത്രണമില്ലാതെ തോന്നുന്ന പോലെ സംസാരിക്കുകയും തോന്നുന്ന പോലെ പ്രവർത്തിക്കുകയും ജീവിതത്തെ വിശുദ്ധി കാത്തു സൂക്ഷിക്കാതെ മുന്നോട്ട് പോയിരുന്ന ആളുകൾ
വെറുതെ പട്ടിണി കിടക്കുന്നതുകൊണ്ട് യാതൊരു പ്രയോജനം ലഭിക്കാനിരിക്കുന്നില്ല എന്നാണ് പ്രവാചക തിരുമേനി അവിടെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത്. അവിടേക്കെത്താൻ നമുക്ക് സാധിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ തഖ്വയുണ്ടാകുന്നത്. തഖ്വ എന്ന് പറയുന്നത് നമ്മുടെ രൂപഭാവങ്ങളിലോ അല്ലെങ്കിൽ പ്രകടമായിരിക്കുന്ന കാര്യങ്ങളിലോ ഒതുങ്ങി നിൽക്കുന്ന വിഷയമല്ല. അവിടെയൊക്കെ പാലിക്കേണ്ട മര്യാദകൾ ഉണ്ടെങ്കിലും പ്രവാചക തിരുമേനി പറഞ്ഞത്, മനുഷ്യ ശരീരത്തിൽ ഒരു പ്രത്യേകമായിരിക്കുന്ന അവയവമുണ്ട്. ആ അവയവം നന്നായാൽ എല്ലാം നന്നായി, അത് ചീത്തയായാൽ എല്ലാം ചീത്തയായി. അതാകുന്നു അല വഹുവൽ ഖൽബ്, അതാകുന്നു ഹൃദയം. ആ ഹൃദയത്തെ വിമലീകരിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ രൂപഭാവങ്ങളെക്കാൾ, നിങ്ങളുടെ ശാരീരിക ഘടനയേക്കാൾ അള്ളാഹു ശ്രദ്ധിക്കുന്നത് നിങ്ങളുടെ മനസ്സിനെയാണ്, ഹൃദയത്തെയാണ്. അത് നന്നാക്കിയെടുക്കണം. തഖ്വയെക്കുറിച്ച് റസൂൽ പറയുമ്പോൾ ആ വാചകം എടുത്തു പറഞ്ഞു, അത്തഖ്വ ഹാഹുന, തഖ്വ ഇവിടെയാണ്, അത് മനസ്സിലാണ് എന്ന് പറഞ്ഞാൽ ഈ മനസ്സ് നമ്മുടെ ജീവിതത്തിന് എല്ലാ അർത്ഥത്തിലുമുള്ള ക്രമവും ചിട്ടയും നിയന്ത്രണവും ഉണ്ടാക്കി കൊടുക്കണം. എൻ്റെ കൈകൾ കൊണ്ട് എന്തെല്ലാം പ്രവർത്തിക്കാൻ കഴിയും, പ്രവർത്തിക്കണം, എന്തെല്ലാം പ്രവർത്തിച്ചുകൂടാ, അവിടെ കൃത്യമായ നിയന്ത്രണ രേഖ എൻ്റെ മനസ്സ് നൽകണം. അതുപോലെ തന്നെ എൻ്റെ നാവ് കൊണ്ട് എന്തെല്ലാം പറയാം, എന്തെല്ലാം പറയാതിരിക്കണം, ഈ കാര്യങ്ങൾ നമുക്ക് നിർദ്ദേശം ലഭിക്കും. നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്, എങ്ങനെ പ്രവർത്തിച്ചുകൂടാ എന്ന് കൃത്യമായി നിയന്ത്രിക്കുന്ന വിധത്തിലേക്ക് നമ്മുടെ മനസ്സ് മാറി വരണം. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യകൂന ഹവാ തബഅൻ ലിമാ ജിഅ്തു ബിഹി. ഒരു മനുഷ്യൻ യഥാർത്ഥത്തിൽ വിശ്വാസിയായി മാറണമെങ്കിൽ അയാളുടെ മനസ്സ് മന്ത്രിക്കുന്നത് പോലും പ്രവാചക ജീവിതത്തിന് വിധേയമായി കൊണ്ടായിരിക്കണമെന്നാണ് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ബോധ്യപ്പെടുന്നത്. അവിടേക്കെത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പക്ഷേ ലോകത്ത് മില്യൺ കണക്കിന് മുസ്ലിം സമൂഹം ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പല കക്ഷികളായി, പല ഭിന്നചേരികളിലായി, പലതിൻ്റെയും പേരിൽ തമ്മിലടിച്ചും കലഹിച്ചും ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ജീവിതത്തിന് ആ ഒരു തലത്തിലേക്ക് കടന്നു പോകാൻ അവർക്ക് പ്രേരകമായത് ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളെ, ഇസ്ലാമിൻ്റെ മാർഗത്തെ കൃത്യമായി സ്വീകരിക്കാതെ പോകുന്നതുകൊണ്ടാണ്. ഖുർആൻ പറഞ്ഞത്, ഇന്ന ഹാദിഹി സബീലി, ഇതാണ് എൻ്റെ മാർഗം എന്ന് അള്ളാഹുവോട് പറയാൻ കുൽ ഹാദിഹി സബീലി, ഇതാണ് എൻ്റെ മാർഗം, അല ബസ്, പിന്നെ ഞാൻ അതിലേക്ക് വളരെ ഉൾക്കാഴ്ചയോടുകൂടി ഈ സമൂഹത്തെ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ മാർഗത്തിൻ്റെ പ്രമാണമാണ് വിശുദ്ധ ഖുർആൻ. ഖുർആൻ പറഞ്ഞ പോലെ തന്നെ വഅതസിമു ബിഹബ്ലില്ലാഹി ജമിയ, പടച്ച റബ്ബിൻ്റെ പാശം മുറുകെ പിടിച്ചുകൊണ്ട് ഒന്നിച്ചു പോകാൻ സാധിക്കണം. വിശുദ്ധ ഖുർആനിൻ്റെ പ്രവാചകചര്യയുടെ പിൻബലത്തിൽ അഥവാ അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് മുസ്ലിം സമൂഹത്തിന് എന്നും ഒന്നായി ജീവിക്കാൻ കഴിയേണ്ടതുണ്ട്. അതിന് കഴിയുമെന്നാണ് ഖുർആൻ പറഞ്ഞത്. പക്ഷേ ആ വഴിയെ സഞ്ചരിക്കാൻ ആളുകൾ തയ്യാറാവാതിരിക്കുമ്പോൾ സ്വാഭാവികമായി അവർക്ക് സംഭവിക്കുന്ന പ്രശ്നമാണ് ഭിന്നതയും അതിൻ്റെ അനുബന്ധമായിരിക്കുന്ന എല്ലാത്തരം പ്രശ്നങ്ങളും. അതിൽ നിന്ന് മോചനം നേടുവാൻ കഴിയണം. കേവല പ്രാർത്ഥന കൊണ്ടോ റമദാനിൽ മാത്രം നടക്കുന്ന തൗബ കൊണ്ടോ മാത്രം പരിഹരിക്കുന്നതല്ലത്. തൗബയെക്കുറിച്ചും ഖുർആൻ പറയുമ്പോൾ യാ അയ്യുഹല്ലദീന ആമനു തൂബു ഇലല്ലാഹി ജമീഅ എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. മറുഭാഗത്ത് പറഞ്ഞത് തൂബു ഇലല്ലാഹി തൗബത്തൻ നസൂഹ, ശരിയായ വിധത്തിൽ തൗബ നിർവഹിക്കണം. നിങ്ങളെല്ലാവരും അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങണം. പാപങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് പശ്ചാത്തപിക്കുവാനും ആ പാപത്തിലേക്ക് തിരിച്ചു പോവില്ല എന്ന് പ്രതിജ്ഞ എടുക്കുവാനും കൂടുതൽ നന്മകൾ ചെയ്തുകൊണ്ട് ആ പാപത്തെ പരിഹരിച്ച് നന്മയാക്കി മാറ്റിയെടുക്കുവാനും കഴിയുമ്പോഴാണ് ശരിയായി തൗബയിലേക്ക് എത്താൻ കഴിയുന്നത് എന്ന് ഖുർആൻ നമ്മളെ ബോധ്യപ്പെടുന്നുണ്ട്. അവിടേക്ക് എത്താൻ കഴിയണം. അതോടൊപ്പം തന്നെ അള്ളാഹു നല്ലവനാണ്. ഇന്നല്ലാഹ ത്വയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബൻ. അള്ളാഹു എല്ലാ അർത്ഥത്തിലും നല്ലവനാണ്, എല്ലാ മികവുകളും ചേർന്നവനാണ്. അവനോട് ചേർത്ത് വെക്കാൻ മികവല്ലാത്തതൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അവൻ സ്വീകരിക്കുന്നതും മികവുറ്റതായിരിക്കും, നല്ലതായിരിക്കും. അത് അമലുകളിൽ, ആരാധനകളിൽ, ജീവിത രീതികളിലൊക്കെ നമ്മോട് ഭക്ഷിക്കുവാനും ആഹരിക്കുവാനും ആവശ്യപ്പെട്ടപ്പോൾ പോലും ഖുർആൻ ആ കാര്യം പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു കുലൂ മിൻ ത്വയ്യിബാത്തി മാ റസഖനാകും. വിശ്വാസികളെ, നിങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് നൽകിയതെന്ന് ഏറ്റവും നല്ലതിനെ, ഏറ്റവും മികച്ചതിനെ സ്വീകരിക്കണം. അതാണ് നിങ്ങൾ അന്നമായി സ്വീകരിക്കേണ്ടതെന്ന് പറയുന്നിടത്ത് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ചേർത്ത് വായിക്കാൻ കഴിയും. അതുകൊണ്ട് ആരാധനകളും ആ നിലക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. അവിടെയാണ് ഈ റമദാനൊക്കെ നമ്മെ സഹായിക്കുന്നത്. ഞാൻ വിശദമായി സംസാരിക്കുന്നില്ല. റമദാനിൽ നമുക്ക് ഏത് ആരാധനകളും മനുഷ്യരെ കാണിക്കുവാനും മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നിർവഹിക്കുവാൻ സാധിക്കുമെങ്കിൽ ഞാൻ നോമ്പുകാരനാണോ അല്ലയോ എന്നത് എൻ്റെ മാത്രം സ്വകാര്യതയാണ്, എൻ്റെ രഹസ്യമാണ്. അത് അള്ളാഹുവിന് വേണ്ടി മാത്രം നിർവഹിക്കുന്ന കാര്യവുമാണ്. അങ്ങനെ നിർവഹിക്കാൻ കഴിയുന്നത് കൊണ്ട് അതിന് പ്രത്യേകമായ പ്രാധാന്യം നൽകുകയും അതിനാൽ തന്നെ നോമ്പുകാലത്ത് നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന നന്മകൾക്ക് 10 മടങ്ങും അതിലേറെയും പ്രതിഫലം അവൻ വാഗ്ദാനം ചെയ്യുകയും നോമ്പിലെ പ്രാർത്ഥനകൾക്കും അതിലെ തൗബകൾക്കും പ്രത്യേക പ്രാധാന്യം നൽകുകയും ചെയ്തിരിക്കുന്നു എന്നാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. അവിടേക്ക് എത്താൻ നമുക്ക് സാധിക്കണം. അങ്ങനെ അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട വിധം മനസ്സിലാക്കി ഉൾക്കൊള്ളേണ്ട വിധം ഉൾക്കൊണ്ട് ജീവിതത്തെ തഖ്വയെ അധിഷ്ഠിതമായി ക്രമീകരിക്കുവാൻ സാധിക്കുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ റമദാനിനെ പോലും നമ്മൾ സ്വീകരിക്കേണ്ട വിധം സ്വീകരിച്ചവരായി മാറുകയുള്ളൂ. അതിൻ്റെ പുണ്യം കരസ്ഥമാക്കുവാനും അതിലൂടെ
ജീവിതത്തെ ഒരു പുതിയ തലത്തിലേക്ക് കൊണ്ടുപോകുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഓരോ ശഅബാനും പിന്നിട്ട് റമദാനിലേക്ക് മാറുമ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റം അത് ശവ്വാൽ മുതൽ തുടരുവാനും ജീവിതത്തെ ആ നിലയ്ക്ക് ക്രമീകരിക്കുവാനും വീണ്ടും വരുന്ന 11 മാസങ്ങളിൽ അതിൻ്റെ യഥാർത്ഥത്തിലുള്ള പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാനും സാധിക്കുമ്പോഴേ റമദാനിൻ്റെ ഗുണം നമുക്ക് നേടിയെടുത്തവരായി മാറാൻ കഴിയുകയുള്ളൂ. അതിൻ്റെ കൂടെ വരാവുന്ന സ്വാഭാവികമായ പോരായ്മകളെ പശ്ചാത്താപത്തിലൂടെ പ്രാർത്ഥനയിലൂടെ അള്ളാഹു പരിഹരിക്കുകയും ചെയ്യും. അവിടേക്ക് എത്താൻ നമുക്ക് കഴിയണം. അതിന് അവൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ പരിശുദ്ധ റമദാനിനെ സ്വീകരിക്കുവാനും അതിൻ്റെ എല്ലാ ഗുണങ്ങളും എല്ലാ നന്മകളും ആസ്വദിക്കുവാനും അനുഭവിക്കുവാനും നാളെ പാരത്രിക ലോകത്ത് അതൊരു മുതൽക്കൂട്ടായി മാറുവാനും അവൻ നമ്മേവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അതോടൊപ്പം പരലോകത്ത് വെച്ച് പടച്ച റബ്ബിനെ കൺകുളിക്ക് കാണുവാനും നമുക്കെല്ലാം അവൻ വാഗ്ദാനം ചെയ്തിരിക്കുന്ന ആ സ്വർഗത്തെ ആസ്വദിക്കുവാനും എല്ലാ അർത്ഥത്തിലും ആസ്വദിക്കുവാനും നരകത്തിൽ ഒരു കാരണവശാലും ഒരു നിമിഷം പോലും പ്രവേശിക്കേണ്ടി വരാത്ത സൗഭാഗ്യവാന്മാരിൽ ഉൾപ്പെടുവാനും നമ്മയെല്ലാം അവൻ പ്രത്യേകം അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെ പാരത്രിക ലോകത്തിൽ വിജയിക്കുന്ന മുത്തഖികളിൽ മുവഹിദുകളിൽ ഞങ്ങളെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഹ്യിനാ അലൽ കിതാബി വസ്സുന്ന വഅമിത്നാ മഅൽ ഈമാനി വത്തൗബ വതവഫനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ اللهم أجرنا من النار اللهم أجرنا من النار وأدخلنا الجنة مع الأبرار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على رسوله الأمين والحمد لله رب العالمين.